അപ്പോൾ ഇനി നിങ്ങൾക്കുള്ളത് ഇൻവല്യൂട്ട് ഓഫ് സർക്കിളാണ്. അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഡ്രോ ദ ഇൻവല്യൂട്ട് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ ഇത്ര എന്ന് തന്നിരിക്കും. ഇവിടെ 50 mm തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ട്രയാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെ ഒക്കെ വരച്ച പോലെ തന്നെ ആദ്യം എന്ത് ചെയ്ത് 50 mm ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 25 mm റേഡിയസ് വെച്ച് സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഈ പോയിന്റിൽ നിന്ന് അതിൻ്റെ പെരിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പം സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഇവിടെ പൈ ഇൻറ്റു 50 mm 157 mm കിട്ടും. അത്രയും നമ്മളിവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി മുതലുള്ള സ്റ്റെപ്പാണ് നമ്മൾ മറ്റുള്ള ഇൻവല്യൂട്ടിനൊക്കെ ഇതിന് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ സർക്കിളിനെ 12 ഡിവൈഡ് ചെയ്യും, ഈ ലൈനിനെ 12 ഡിവൈഡ് ചെയ്യും. അപ്പോൾ സർക്കിളിനെ 12 ഡിവൈഡ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് വെച്ച് ഈ 50 ആകുമ്പോൾ 2.5 വെച്ചാണ് നമ്മൾ റേഡിയസ് വെച്ച് സർക്കിൾ വരച്ച്. സെയിം റേഡിയസ് വെച്ചിട്ട് എല്ലാ പോയിന്റിലും 4 സെൻറ്റർ ലൈൻ നിങ്ങൾ ഇടുമല്ലോ, ഈ സെൻറ്റർ ലൈൻ ഇട്ടിട്ടായിരിക്കും സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ആ സർക്കിളിൽ വന്ന് മുട്ടിയ എല്ലാ പോയിന്റ് ചെയ്തും സെയിം റേഡിയസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് വരച്ചാൽ മതി. ഉണ്ടല്ലോ, എന്നിട്ട് എല്ലാ പോയിന്റും ജോയിൻ ചെയ്താൽ മതി സെൻറ്ററിൽ കൂടെ. അപ്പോൾ ഇതേപോലെ തമ്മിലങ്ങ് ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്ററിൽ കൂടെ തന്നെ ആയിരിക്കും പോകുന്നത്. കണ്ടല്ലോ. എന്നിട്ട് തന്നെ ജസ്റ്റ് പേര് കൂടെ കൊടുക്കുക. ഇവിടെ നമ്മൾ 1 ആണ് തുടങ്ങുന്നത്. അപ്പം ശ്രദ്ധിച്ചോണം, ഇവിടെ നിന്നാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇത് 12 ആയിരിക്കും, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ലൈനിനെയും കൂടെ 12 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ലൈൻ നമ്മൾ 12 ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ആയിട്ട് ലൈനിന് ഇംഗ്ലണ്ടായിട്ട് ഇഷ്ടമുള്ള ഒരു ആംഗിളിൽ നമ്മൾ ലൈൻ ഇഷ്ടമുള്ള ലൈൻ അങ്ങ് ഇടുന്നു. അപ്പോൾ നമ്മളിവിടെ എന്നിട്ട് അതിനെ 12 നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഒരു ഇംഗ്ലണ്ട് ആംഗിൾ 12 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വെച്ച് വരുന്ന രീതി ജസ്റ്റ് 12 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു ലൈൻ അങ്ങ് വരച്ച് എന്നിട്ട് അതിനെ 1 mm വീതം കൊടുത്താൽ മതി. അപ്പം ഡിവൈഡ് ചെയ്യാൻ എളുപ്പമായില്ലേ. എന്നിട്ട് ഇതേപോലെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്തേ, എൻ്റെ ലാസ്റ്റ് അറ്റത്തുനിന്ന് നമുക്ക് വേണ്ട ലൈൻ ഡിവൈഡ് ചെയ്യേണ്ട ലൈനിലോട്ടും കണക്ട് ചെയ്യുക. എന്നിട്ട് അതിന് പാരലൽ ലൈനുകൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഡിവൈഡ് ആയിക്കോളും. ലൈൻ പാരലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വരയ്ക്കാവും. പിന്നെ പാരൽ ഇങ്ങനെ കൊണ്ട് വരച്ചാൽ മതി. ഉണ്ടല്ലോ. ഇനി ഇതിനും അതേപോലെ തന്നെ നമ്മൾ ഓരോ പോയിന്റിനും ഇവിടെ മുതൽ 1 കൊടുക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇത്ര മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് 1, 2, 3, 4 കൊടുത്തില്ലേ, ആ എല്ലാ പോയിന്റിൽ നിന്നും ഇതിൻ്റെ സെൻറ്ററിന് നമുക്ക് 1 പേര് കൊടുക്കാം. അപ്പം ഒയിന്ന് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ O1 എന്നുള്ള പോയിന്റ് വെച്ചിട്ട് ഒരു 90 ഡിഗ്രിക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതായത് ഈ പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഇങ്ങോട്ട് പ്രൊട്രാക്ടറിൻ്റെ മറ്റേ എൻഡ് കൊടുത്തിട്ട് 90 വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അതെ സെൻറ്റർ പോയിന്റ് നമ്മൾ ആ 1 വെച്ച് 90 കൊടുത്തു. എന്നിട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഓരോ പോയിന്റിൽ നിന്ന് ചെയ്യുന്നത് അതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി അടുത്തത് 2 വരുമ്പം O2 എന്നുള്ളത് ലൈനിൻ്റെ 2 സെൻറ്റർ ആക്കിക്കൊണ്ട് 90 വരയ്ക്കുക. അല്ല, അങ്ങനെ എല്ലാ പോയിന്റിൽ നിന്നും ചുറ്റുമുള്ള എല്ലാ പോയിന്റിൽ നിന്നും അങ്ങനെ 90 എടുത്തിട്ട് ഇതേപോലെ ലൈൻ വരയ്ക്കുക. കണ്ടല്ലോ. അപ്പോൾ മൊത്തം വരച്ച് വരുമ്പോൾ ഇതെങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ ഈ ലൈനൊക്കെ കട്ടിക്ക് കൊടുത്ത് കാണാൻ വേണ്ടി നിങ്ങൾ വരയ്ക്കുമ്പോൾ കൺസ്ട്രക്ഷൻ ലൈനൊക്കെ തിൻ ലൈൻ വെച്ച് വരയ്ക്കാവും. ലാസ്റ്റിലെ കർവും നമ്മുടെ സർക്കിളും മാത്രമേ കട്ടിയിൽ നിൽക്കാവൂ കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിനി അടുത്ത് 1
ഈ ലൈനിലുള്ള 1 2 3 ഇല്ലേ, അതിൽ 1 മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കും. ഉണ്ടല്ലോ. എന്നിട്ട് ഈ ലൈനിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്ത് ഇനി അടുത്തത് നമ്മൾ സർക്കിളെ പോയിന്റ് ഇട്ടില്ലേ 1 2 3, ആ 1 എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിലോട്ട്. അപ്പോൾ ഒരു ആർക്ക് കിട്ടിയില്ലേ. ഇനി അടുത്തത് സെക്കൻഡ് പോയിന്റ് മുതൽ P വരെയുള്ള റേഡിയസ് എടുക്കുക. എന്നിട്ട് അടുത്തത് സർക്കിളിലെ സെക്കൻഡ് പോയിന്റ് കുത്തിക്കൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ ആർക്ക് വരയ്ക്കുക. ഇനി അടുത്തത് 3 പോയിന്റ് കുത്തിക്കൊണ്ട് P ഡിസ്റ്റൻസ് റേഡിയസ് എടുത്തിട്ട് നമ്മൾ സർക്കിളിലെ 3 കുത്തിക്കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിൽ ആർക്ക് വരയ്ക്കുക. അത് കണ്ടിന്യൂ ചെയ്താൽ മതി. 4 കുത്തി P എടുക്കുക, ഈ 4 കുത്തുക, ആർക്ക് വരയ്ക്കുക, ഈ 5 P എടുക്കുക, ആർക്ക് വരയ്ക്കുക, ഈ 6 P എടുക്കുക, ആർക്ക് വരയ്ക്കുക. അങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് ചെയ്യുക. അപ്പോൾ അതെ, ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കണ്ട എല്ലാ എക്സ്റ്റെൻഡ് ചെയ്ത എല്ലാ ലൈനിലും ഒരു ആർക്ക് വീതം കിട്ടി. ഈ ആർക്ക് തമ്മിൽ ജോയിൻ ചെയ്ത് കർവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവല്യൂട്ടായി. അപ്പോൾ അത് സ്മൂത്ത് കർവാക്കി കൈ കൊണ്ട് തന്നെ അങ്ങ് വരയ്ക്കുക. നല്ല കർവായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ, കാണുമ്പോൾ ഒരു ഭംഗിക്ക് തന്നെ വരയ്ക്കണം. എന്നിട്ടത് P-യിൽ വന്ന് തീരും. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻവല്യൂട്ട് ഓഫ് സർക്കിൾ. മറ്റേതുമായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടെന്നാലും എളുപ്പമാണ്. കമ്പയർ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മറക്കത്തുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ സർക്കിളിൻ്റെ ഇൻവല്യൂട്ട്. പിന്നെ ഇതിന് പേരൂടെ ഇട്ട് കൊടുത്തേക്കട്ടെ. P ഇവിടെ കൊടുത്തു, P1 കൊടുക്കുക, P2 കൊടുക്കുക, P3, P4, P5, P6, P7, P8, P9, P10, P11 ഇത്രയും കൊടുത്തേക്കുക. എന്നിട്ട് അത്ര മതി. പിന്നെ വേണമെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് കൂടെ ഒന്ന് ഡയമെൻഷൻ ചെയ്ത് കാണിച്ചാൽ മതി. ഇപ്പം ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ഇതേപോലെ ഇനിയും നമ്മളെന്തൊക്കെ പഠിച്ചു? ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ, സർക്കിൾ. ഹെക്സഗണിൻ്റെ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹെക്സഗൺ വരച്ചിട്ട് നമ്മൾ ആ പെൻറ്റഗണിൻ്റെ വരച്ചില്ലേ, സെയിം പ്രൊസീജിയർ തന്നെ. ഹെക്സഗൺ ആകുമ്പോൾ ഹെക്സഗൺ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. വരച്ച ശേഷം മറ്റേ പെൻറ്റഗണിൻ്റെ അതേ സെയിം മെത്തേഡ് തന്നെ വരച്ചാൽ ഒരു സൈഡ് കൂടുതൽ വരുമെന്നുള്ളതേ ഉള്ളൂ.